ഒമാനിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റ് അത് വേറെ ഏതുമല്ല RFC. അവിടെയാണ് നമ്മൾ ഇന്നുള്ളത്. RFCയിലൊരു ഷൂട്ടിംഗ്, അത് ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. ഇന്നാണ് നമുക്ക് അതിനുള്ളൊരു അവസരം വന്നെത്തുന്നത് ബൈ ഏവിയൻ വ്ളോഗ്സ്. RFCയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു മലയാളിയാണെങ്കിലും ഒമാനികൾക്കായാലും മറ്റ് ഫോറിനേഴ്സിനായാലും RFC എത്ര പ്രിയപ്പെട്ടതായി എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ വഴിയെ മനസ്സിലാവും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാന്നുണ്ടെങ്കിൽ ഞാനൊരു KFC കസ്റ്റമറായിരുന്നു 2 വർഷം മുന്നേ വരെ, എപ്പോഴും KFC കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കസിന് സുഗതേട്ടൻ്റെ ഫാമിലി നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഞങ്ങൾ റൂവിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ബൈ ചാൻസ് അൽഹൈൽ നോർത്തിൽ RFCയുടെ മുന്നിൽ വണ്ടി നിർത്തി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് RFC ട്രൈ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ KFCയുടെ പടികൾ കണ്ടിട്ടില്ല. ദാറ്റ് ഈസ് എ ഫാക്റ്റ്. ക്വാളിറ്റിയും ടേസ്റ്റും മാത്രമല്ല, ഈ കസ്റ്റമർ സർവീസും RFCയെ മുൻനിരയിൽ എത്തിക്കുന്നുണ്ട്. അന്ന് എൻ്റെ ഓർഡർ സ്വീകരിച്ച വ്യക്തിയാണിത്. ഇദ്ദേഹം ഖാദർക. ഇദ്ദേഹമാണ് ഇവിടെ അൽഹൈൽ ബ്രാഞ്ച് മാനേജ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ സക്സസ്, അല്ലെ ഈ ബ്രാഞ്ചിൻ്റെ സക്സസ്സാണ് വീണ്ടും ഒരു ബ്രാഞ്ച് അൽഖൂദിൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്രചോദനമായതെന്നാണ് ഇതിൻ്റെ മാനേജർ നമ്മളോട് പറഞ്ഞത്. ജനറൽ മാനേജർ സലീം ക. ഇദ്ദേഹം ജനറൽ മാനേജർ സലീം ക, ഇദ്ദേഹത്തിൻ്റെ റോള് വളരെ വലുതാണ് RFCയിൽ. ഇദ്ദേഹത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, വലിയ സപ്പോർട്ടാണ് ഇവിടെയുള്ള എല്ലാ സ്റ്റാഫ്സിനും. കാരണം ഒരു പരിചയമില്ലാത്ത എനിക്ക് ഒരുപാട് മുന്നേ പരിചയമുള്ള ഒരു വ്യക്തിയെ പോലെയാണ് എന്നോട് പെരുമാറിയത്, ഒരു സ്വന്തം ജ്യേഷ്ഠനെ പോലെ. അങ്ങനെ ഇപ്പോൾ നമ്മളുള്ളത് അൽഖൂദ് 7 മസൂൺ സ്ട്രീറ്റ് RFCയിലാണ്. ഇനിയുള്ള വ്യൂസ് ഇവിടെ നിന്നായിരിക്കും. Here is the supervisor of this branch, RFC. Let's ask him how he is handling RFC customers. We always treat our customer like our guest. Their happiness is important for us. RFCയുടെ മാനേജിംഗ് പാർട്ട്നേഴ്സായ 2 പേരെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ സലീം കെയും പിന്നെ അൻവർ സാദത്ത് എന്ന് പറഞ്ഞ അൻവർ കെയും, തലശ്ശേരിക്കാരനായ അൻവർ ക. ഇവർ RFCയുടെ നെടും തൂണുകളെന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഹലോ അൻവർ ക, സലീം ക. അപ്പോൾ അൻവർ ക, ഈ ഒമാനിൽ നമ്മൾ RFC സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി കാണും? 4.5 വർഷമായി. ഈ ബ്രാഞ്ച് ഒരു വർഷം. ഇവിടെ മെയിൻ ചിക്കനാണ്, ഫ്രൈഡ് ചിക്കനാണ് ഇവിടുത്തെ മെയിൻ. ഇത് കൂടാതെ ഇവിടെ എന്തൊക്കെ വ്യത്യസ്തമായ ഡിഷുകളാണ് നമ്മൾ സർവ് ചെയ്യുന്നത്? ഫ്രൈഡ് ചിക്കൻ കൂടാതെ ഞങ്ങളെ ബർഗേഴ്സ് ഉണ്ട്, റാപ്പ് ഐറ്റംസ്, പിന്നെ കുട്ടികൾക്കായിട്ടുള്ള കിഡ്സ് മീൽ. ഒമാനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റായ RFCക്ക് എങ്ങനെയാണ് എല്ലാ തരം കസ്റ്റമേഴ്സിനെയും ഒരേപോലെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ കഴിയുന്നത്? അതിൻ്റെ ഒരു രഹസ്യം അതെന്താണ്? ഏറ്റവും നല്ല ഫുഡ്, ഏറ്റവും നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ. കാരണം ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്ന ശേഷമൊക്കെ പല റോ മെറ്റീരിയൽസും കിട്ടാത്ത അവസ്ഥ ഉണ്ടെങ്കിലും നമ്മൾ മാക്സിമം നമ്മുടെ ഗസ്റ്റിന് നമ്മളെ വീട്ടിൽ ഒരാൾക്ക് നമ്മളിങ്ങനെ കൊടുക്കുന്നു, ആ രീതിയിൽ സെർവ് ചെയ്യാനാണ് ഞങ്ങളിവിടെ എല്ലാ സ്റ്റാഫുകളും എല്ലാവരും ആ രീതിയിലാണ് സെർവ് ചെയ്യുന്നത്. ഓക്കെ, കസ്റ്റമർ ഈസ് ഗോഡ് എന്നാണല്ലോ അല്ലേ? അത് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മളെ പ്രയോറിറ്റി. നമുക്ക് ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അവരെ മാക്സിമം സാറ്റിസ്ഫൈഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം, ലോക്ക്ഡൌണിന്റെ അതുപോലെ തന്നെ ഈ സ്റ്റാഫ് ഷോർട്ടേജ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ വരും കാലങ്ങളിൽ അതൊക്കെ മാറ്റി നല്ല രീതിയിൽ തന്നെ മുന്നേക്കാളും നന്നായിട്ടുള്ള സാറ്റിസ്ഫൈഡോട് കസ്റ്റമർ വിടാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ ഇനിയുള്ള ബ്രാഞ്ചുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ലോക്ക്ഡൌൺ കാരണമാണ്, കൊറോണ കാരണമാണ് കുറച്ച് ഡിലേ വന്നത്.
നമ്മളെ പ്ലാനിങ്ങുള്ള സ്ഥലങ്ങളാണ് അൽക്വയറും അതുപോലെ തന്നെ മൊബൈലും. എങ്കിൽ മേക്കിംഗ് സെക്ഷനിലേക്കൊന്ന് പോയാലോ? ഇവിടുത്തെ കൗണ്ടർ ഹാൻഡ് വടകരക്കാരനായ മുർഷിദാണിത്. ഇവരോട് ചോദിക്കാം എങ്ങനെയാണ് ഈ ലോക്ക്ഡൗൺ സമയത്തും കസ്റ്റമേഴ്സിനെ ഡീല് ചെയ്യുന്നത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. ഈ ലോക്ക്ഡൗൺ ടൈമിലും എത്ര തിരക്കായാലും ഞങ്ങളത് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഐറ്റം വന്നിരിക്കുകയാണ്. ക്രിസ്പി ആയിട്ടുള്ള ചിക്കനും പിന്നെ ഇത് സ്പൈസി ആട്ടോ ഫ്രൈസ് ഞാൻ ഓർഡർ ചെയ്തത്. എന്തായാലും സംഭവം എത്തി, നമുക്ക് കഴിപ്പിലേക്ക് നീങ്ങാം. ഒരു രക്ഷയില്ല, പൊള്ളിയായിട്ടാണ്. നല്ല ചൂട്. അങ്ങനെ RFCയുടെ ഡിന്നർ മീലാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് കൂടാതെ തന്നെ ഒരുപാട് വെറൈറ്റീസ് RFCയിൽ നമുക്കായിട്ടുണ്ട്. അതിപ്പോൾ ഇൻഡിവിജ്വൽ മീൽസ് ആയാലും ബർഗർ സാൻഡ്വിച്ച് ആയാലും റാപ്പ് സാൻഡ്വിച്ചസ്, റോയൽ ബർഗേഴ്സ്, റോയൽ കോംബോ ഇതൊക്കെ ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഫാമിലിയിൽ സൂപ്പർ ഫാമിലി, മെഗാ ഫാമിലി ഇതൊക്കെ RFCയിൽ നമുക്കായിട്ടുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ RFCയുടെ ഇവിടെ വന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. RFCയുടെ ചിക്കൻ പൊളിയാണ്, ഒരു രക്ഷയില്ല. നമുക്ക് എന്തായാലും പോവാം നമ്മുടെ അൻവർക്കയോട്. അൻവർക്ക, താങ്ക് യു, എല്ലാത്തിനും നന്ദി, കാണാം.